ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാൻ മനസ്സിലേക്ക് വരുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു അഭിനേത്രി, പാട്ടുകാരി, അതിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു അത്ലറ്റിക് ആണ്, അതായത് സ്കൂളിലും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ഒരു ഇതാണ്, വിന്നർ ആണ് അല്ലേ, ലോങ് ജമ്പ്. അപ്പോ അതിനെ കുറിച്ചിട്ട് പറയൂ, നിങ്ങളുടെ ആ സ്കൂൾ കാലഘട്ടം. അന്ന് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കൊരു കോച്ച് എന്ന് പറയാൻ അങ്ങനെയൊന്നും ആരുമില്ല, ഒരു ഡ്രിൽ മാസ്റ്റർ ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഡ്രിൽ മാസ്റ്റർ. അതെ, ഞാൻ എന്നും സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വന്ന് ഞാൻ തന്നെ ഇങ്ങനെ വരയിടുക, ഞാൻ തന്നെ ചാടുക, പ്രാക്ടീസ് പറയാൻ ആരുമില്ല. അങ്ങനെ പിന്നെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അതിലൊക്കെ പോയി. അപ്പം ഞാൻ അവിടെ അങ്ങനെ സ്റ്റേറ്റിൽ പോയിരുന്ന സമയത്ത് പരിചയപ്പെട്ട എൻ്റെ ഒരു വലിയ കൂട്ടുകാരിയുണ്ട്. അതായത് ഇപ്പോഴത്തെ കുഞ്ചാക്കോ ബോബന്റെ അപ്പച്ചി എന്ന് പറഞ്ഞ അച്ഛന്റെ പെങ്ങള്. ഓ, അത് ശരി, ജെസി. അപ്പം ഞങ്ങളെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പിന്നെ ക്യാമ്പ് ഉണ്ട് ഇവിടെ, കോളേജ് ഉണ്ടായിരുന്നു മറ്റേ ശംഖുമുഖത്ത്. ഇപ്പൊ GV രാജ സ്കൂളായിപ്പോ അവിടെ ഞങ്ങള് പിന്നെ എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ ഞങ്ങൾ ഇവിടെ വരും ക്യാമ്പിന്. അപ്പൊ ആലപ്പി ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 പേരെ സെലക്ട്, ഞാനും ജെസി. അങ്ങനെ ആ സ്പോർട്സിന്റെ ഒരു കാര്യം. പിന്നെ KPSC വന്നു, പിന്നെ സ്റ്റേറ്റില് 2 പ്രാവശ്യം ഫസ്റ്റ് കിട്ടി, പാടാനൊക്കെ വന്നു. അങ്ങനെ സ്പോർട്സ് വിട്ടു അല്ലേ. ഈ സംഗീതത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് അതായത് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദക്ഷിണാമൂർത്തി സർ, അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഒരു അവസരം എങ്ങനെയാണ്, ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും? അല്ല, മദ്രാസിൽ വന്നതിന് ശേഷമാണ്. എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. അമ്മ ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. ഞാന് എനിക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്നെക്കാട്ടിലും 6 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്നെ ഇങ്ങനെ അമ്മ കച്ചേരിക്ക് കൊണ്ടുപോയി ബാക്കിൽ ഇങ്ങനെ സ്റ്റേജിൽ പാടുന്നതിന്റെ പുറകിൽ ഇങ്ങനെ കടത്തിയിരിക്കും. ആദ്യമൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ തോണ്ടി വിളിക്കും, പോകാമെന്ന്. പിന്നെ ഇത് കേട്ട് ലീല ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, പീലീല. അവരുടെ കച്ചേരികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരിങ്ങനെ കച്ചേരിയൊക്കെ പാടുമ്പോൾ അതുപോലെ എനിക്ക് പാടണം, അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ മ്യൂസിക് അക്കാഡമി പഠിക്കണം, ഒന്നും നടന്നില്ല. അപ്പൊ മദ്രാസിൽ വന്നപ്പോ ഇങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്ത് പാട്ട് പഠിക്കണമെന്ന് തോന്നി. അപ്പൊ ഞങ്ങൾക്ക് ഒരു വിജയ ഗാർഡനിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പം തൊട്ടൊരു റെക്കോർഡിംഗ് തിയേറ്റർ ഉണ്ട്, അവിടെ പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ബാസിയേട്ടനും നസീർ സാറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവരോടൊന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെ അവരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തി സ്വാമിയായിട്ട് പരിചയപ്പെടുത്തി. സ്വാമിയോട് പറഞ്ഞു എനിക്ക് പാട്ട് പഠിക്കണമെന്ന്. അങ്ങനെ ശരി എന്ന് പറഞ്ഞു. ഒടുക്കം ഞാൻ ഒരു 5-6 പ്രാവശ്യം സ്വാമിയുടെ വീട്ടിൽ കയറി ഇറങ്ങി. സ്വാമി ഒരു പാട്ട് കേൾക്കണ്ടേ. ഒടുക്കം പിന്നെ സ്വാമി പാട്ട് പാടാൻ പറഞ്ഞു. ഞാനൊരു പാട്ട് പാടി. അപ്പൊ സ്വാമി എന്നോട് ചോദിച്ചു, സിനിമയിൽ പാടണോ കച്ചേരി വേണോ? സിനിമയിൽ പാടണമെങ്കിൽ നീ പഠിക്കണ്ട, കച്ചേരിക്കാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ഓ, അത് ശരി. അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചു. പിന്നെ അരങ്ങേറ്റം ഹരിപ്പാട്ട് നടത്തി. പിന്നെ ഒരുപാട് സിനിമകളിൽ പാടിയല്ലേ? ഒരുപാട് സിനിമകൾ, സ്വാമിയുടെ തന്നെ 3-4 സിനിമകൾ പാടി. സ്വാമി മ്യൂസിക് ഡയറക്ഷനില് പൂത്തിലൊക്കെ സ്വാമിയുടെ നമ്മൾ ആദ്യം പാടിയത് ശ്രീവിദ്യ മാമിന് വേണ്ടി പാടി. പക്ഷെ എന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റേജില്, ഒരു പബ്ലിക് സ്റ്റേജില് പാടാൻ കയറ്റി ശ്രീകുമാരൻ നമ്പി സാറാ. അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് പാടിച്ചു. പിന്നെ KPSC ഒരുപാട് നാടക ഗാനങ്ങൾ പാടി, സിനിമകളിൽ പാടി. അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ജീവിതം സന്തോഷമാണല്ലേ.